ബിഗ് ബ്രേക്കിംഗ് വരികയാണ്. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാം. പി വിജയൻ IPSനെതിരെ വ്യാജമൊഴി നൽകിയതിനാണ് കേസെടുക്കാൻ DGPയുടെ ശുപാർശ. സ്വർണ്ണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. സിവിലായും ക്രിമിനലായും കേസെടുക്കാനാണ് DGPയുടെ ശുപാർശ. റിനു ശ്രീധറും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, വലിയ വാർത്തയാണല്ലോ. ഇപ്പോൾ MR അജിത് കുമാറിനെതിരായ ഒരു നീക്കമായി തന്നെ ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായും സുജയ, നമുക്കറിയാം DGP പട്ടികയിൽ 6ാമനായി MR അജിത് കുമാർ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് DGP ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാം, സിവിലും ക്രിമിനലുമായി കേസെടുക്കാം എന്നുള്ളൊരു ശുപാർശ സർക്കാരിലേക്ക് നൽകിയിട്ടുള്ളത്. വ്യാജമായിട്ടുള്ളൊരു മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈ IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പഠനപ്പിണക്കം, പ്രത്യേകിച്ച് MR അജിത് കുമാറും പി വിജയനും തമ്മിലുള്ള പഠനപ്പിണക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് പി വിജയന്റെ സസ്പെൻഷനിലേക്ക് അടക്കം പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പി വിജയന് പങ്കുണ്ട് എന്ന് സുജിത് ദാസ്, മുൻ മലപ്പുറം SP, സസ്പെൻഷനിലായിട്ടുള്ള ഒരു SP തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴിയാണ് ഒരു തെളിവുകളുമില്ലാതെ DGPക്ക് മുന്നിൽ MR അജിത് കുമാർ പറഞ്ഞത്. ഇതിനെതിരെ സർക്കാരിലേക്ക് അല്ലെങ്കിൽ DGPക്ക് പി വിജയൻ ഒരു കത്ത് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കത്ത് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള നടപടിയോ അന്വേഷണമോ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നില്ല. തുടർന്ന് കോടതിയെ ഉൾപ്പെടെ സമീപിക്കുവാൻ വേണ്ടി പി വിജയൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിലേക്ക് ഒരു ശുപാർശ DGP നൽകിയിരിക്കുന്നത്. ഇത് വ്യാജമൊഴിയാണ്. MR അജിത് കുമാർ ഒരു തെളിവുകളുടെയും പിൻബലമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി DGPക്ക് മുന്നിൽ, അതായത് തനിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു പി വിജയനെതിരെ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ആ ശുപാർശയിൽ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വ്യാജ മൊഴി ADGP MR അജിത് കുമാർ ഇത്തരമൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് നൽകിയത് കൊണ്ട് തന്നെ നടപടി വേണം എന്നുള്ളൊരു ശുപാർശയാണ് സർക്കാരിലേക്ക് നൽകിയിരിക്കുന്നത്. ക്രിമിനലായും അതുപോലെ തന്നെ സിവിലായുമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DGP പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 4ഓളം അന്വേഷണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഓരോന്നിന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ നമുക്കൊപ്പം റോഷിപാലുമുണ്ട്. റോഷിപാൽ, ഇന്ന് വിഷുദിനമാണ്. വിഷു കണി കണ്ടിരിക്കുമ്പോൾ ഇതൊരു വിഷു കെണിയായി വരികയാണോ? സുജയ, ADGP MR അജിത് കുമാറിനെതിരെയുള്ള നീക്കം കടുപ്പിക്കുകയാണ് ഒരു വിഭാഗം പോലീസിൽ. അതിൻ്റെ സൂചനയായി തന്നെ വേണമെങ്കിൽ ഇതിനെ കാണേണ്ടി വരും. നേരത്തെ നമുക്കറിയാം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാറിന് അനുകൂലമായി അത് സമർപ്പിച്ചതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വലിയ വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള ശുപാർശ അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. DGP പട്ടികയിൽ ഇടം ലഭിക്കുകയും ചെയ്തു. സാധ്യതാ പട്ടികയിൽ ADGP MR അജിത് കുമാറിന് ഇടം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അത് UPSCക്ക് കൈമാറാനുള്ള അന്തിമ സമയമാണ്. ഏതാണ്ട് അധികം സമയമെടുക്കില്ല, അത് കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നീക്കം DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് വിജയൻ നൽകിയ പരാതിയിലാണ്, പി വിജയൻ നൽകിയ പരാതിയിലാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. ഈ തവണ ഒരുപക്ഷെ DGPയായി MR അജിത് കുമാർ എത്തിയേക്കുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇങ്ങനെയൊരു നീക്കം. MR അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായുമുള്ള കേസെടുക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടങ്ങളിലും MR അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. നേരത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. പ്രതിപക്ഷത്തിനൊപ്പം തന്നെ LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI അടക്കം ADGP MR അജിത് കുമാറിനെതിരെ തിരിഞ്ഞ സാഹചര്യമാണ്. എന്നിട്ടും സർക്കാർ MR അജിത് കുമാറിനെ കൈവിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തിലും അനുകൂലമായ റിപ്പോർട്ട് തന്നെയാണ് വിജിലൻസ് മേധാവി സർക്കാരിന് നൽകിയതും. അതുകൊണ്ട് തന്നെ ഈ IPS ഉദ്യോഗസ്ഥന്മാർക്കിടയിലുണ്ടാകുന്ന തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊരു നീക്കം എന്ന സംശയം ഉൾപ്പെടെ സർക്കാരിന് മുന്നിലുണ്ട്. ഏതായാലും പക്ഷേ വിജയൻ നൽകിയ പരാതി അത് പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോലീസ് മേധാവി എത്തുന്നത് എന്ന് തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഏറ്റവും നിർണായകമാണ് ഈ നീക്കം. കാരണം നേരത്തെ റിനു സൂചിപ്പിച്ചതുപോലെ DGPയെ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ആ സമയത്തിലേക്ക് കടക്കുമ്പോഴാണ് DGP സാധ്യതാ പട്ടികയുള്ള ADGPക്കെതിരെ ഇങ്ങനെ ഒരു നിയമപരമായ നടപടിക്ക് പോലീസ് മേധാവി തയ്യാറെടുക്കുന്നത്. സുജയ.